ഹായ് ഫ്രണ്ട്സ്, ജിസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓൺലൈനിൽ നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ പലരും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. എനിക്കുണ്ടായൊരു അനുഭവം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു ഹിന്ദി കസ്റ്റമർ നമ്മൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു, നമ്മൾ അവൈലബിൾ ഇതിൻ്റെ ഫോട്ടോസ് അയക്കാൻ വേണ്ടി നമുക്ക് വാട്സപ്പ് വന്നു. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഒരു 10 എണ്ണം വേണം. അവർ ഷോപ്പിലേക്ക് തുടങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പിക്ചേഴ്സൊക്കെ ചോദിച്ച് നമ്മൾ അയച്ചു കൊടുത്തു. അവരതിൽ നിന്ന് സെലക്ട് ചെയ്ത് 10 എണ്ണത്തിന് റേറ്റ് എത്രയാണെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് കേരള ആയതുകൊണ്ട് നമ്മളത് ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, പോസ്റ്റ് ഓഫീസ് അവധിയാണ്, അപ്പോൾ ചോദിച്ചിട്ട് ഡെലിവറി ചാർജ് എത്രയാണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഡെലിവറി ചാർജ് പിന്നെ പറഞ്ഞാൽ മതി, ഇപ്പോൾ ഉള്ള ഡ്രസ്സുകളുടെ എമൗണ്ട് എത്രയാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാനതിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാം, അടുത്ത ആഴ്ച അവർക്ക് ഷോപ്പ് തുടങ്ങാനാണ്, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഓക്കെ ഡ്രസ്സുകളുടെ പേയ്മെൻറ്റ് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ തിരിച്ച് എനിക്ക് GPay അതിൻ്റെ എമൗണ്ടിൻ്റെ GPayയുടെ ഒരു പിക്ചർ എനിക്ക് അയച്ചു തന്നു, GPay ചെയ്തതായിട്ട്. GPay ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എനിക്ക് 3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ പോസ്റ്റ് ഓഫീസ് അവധിയാണ്, നിങ്ങൾ ചോദിച്ചിട്ട് ഡെലിവറി ചാർജ് അറിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പിന്നെ എന്തായാലും 3 ഡേയ്സിനുള്ളിൽ ഇത്ര ലോങ് നമുക്ക് ഡെലിവറി പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞതല്ല, കസ്റ്റമർ ഞാനിത് അയച്ചു കൊടുത്തു ഇപ്പോൾ തന്നെ, അപ്പോൾ അവർക്ക് ഒരു കസ്റ്റമറിന് ഇഷ്ടമായി, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, അവർക്ക് പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കതിലെന്തോ ഒരു ആൾ ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ആളാണെങ്കിൽ GPay ചെയ്തൊരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ ഉടനടി ആളോട് പറഞ്ഞു, നമ്മളന്ന് എന്തായാലും 3 ദിവസത്തിനുള്ളിൽ സാധനം എത്തില്ല, നമുക്കന്ന് ഡീല് വേണ്ട, നമ്മൾ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ GPay എടുത്ത് നോക്കിയപ്പോഴാണ് അത് അവർ ഫേക്കായിട്ടൊരു പിക്ചറും പേയ്മെൻറ്റും ഇട്ടിട്ട് നമ്മുടെ പേരും നമ്മുടെ GPay നമ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ നമ്പറുകളൊക്കെ അവർക്ക് കാണാമല്ലോ, ആ നമ്പറുകളൊക്കെ വെച്ച് ഓൾറെഡി അവർ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എമൗണ്ട് അല്ലാണ്ട് ഒരു തെറ്റായിട്ടൊരു എമൗണ്ടാണ് ആദ്യം വന്നത്. അപ്പോൾ തന്നെ അത് ഡെലിറ്റായി പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തത് എന്തെങ്ങനെ വന്നതെന്ന്. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അത് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ സ്ക്രീൻഷോട്ടിൻ്റെ പിക്ചർ വന്നു. നമ്മൾ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് എമൗണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ തോന്നി. സ്ക്രീൻഷോട്ട് വിചാരിച്ച് തിരിച്ചപ്പോൾ തന്നെ റീഫണ്ട് ചെയ്തില്ല. ഞാൻ എമൗണ്ട് വന്നോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് അതിൽ വന്നിട്ടില്ല. ഏതൊരു വേറെ പേരിലൊരാൾ നമുക്ക് ഹായ് അയച്ചിട്ട് അതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത പോലെ ഒരു എമൗണ്ട് അവിടെയും ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ് വന്നത് നമുക്ക് GPayയിൽ. അതിൽ പക്ഷേ എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ തന്നെ അത് വാട്സപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വാട്സപ്പിൽ അപ്പോൾ തന്നെ വിളിച്ച് വിവരം പറയാമെന്ന് വെച്ചപ്പോൾ അവർ ഫോൺ എടുക്കണില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഉടായ്പ ടീമാണ്. അപ്പോൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവരായാലും ആരായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എമൗണ്ട് അവർ GPay ചെയ്ത് സ്ക്രീൻഷോട്ട് കാണുമ്പോൾ ഉടനെ തന്നെ നമ്മളത് റീഫണ്ട് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് എമൗണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ പരസ്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ചീറ്റിംഗ് ഉണ്ടെന്നുള്ളതൊക്കെ. പക്ഷെ നമ്മളത് എപ്പോഴും ഒരു ഇത് കാണുമ്പോൾ നമുക്കത് അങ്ങനെ വരും, അത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമെന്ന് വിചാരിച്ചാണ് നമ്മളിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ക്യാഷ് പോകാതെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ ഞാൻ എൻ്റെ ഒപ്പം ഫീഡിങ് ആയാലും നോൺ ഫീഡിങ് ആയാലും ഫോട്ടോസ് ഞാൻ ഇതിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഹായോ മെസ്സേജ് അയച്ചാൽ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റും ഡീറ്റെയിൽസും ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ.